Dears, good morning all of you. Welcome back to GST classes. Today's topic is supply. What is supply under GST law? Supply of goods or services. Money or securities will not come under supply. Goods or services. ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മണി ഓർ സെക്യൂരിറ്റീസ്. ഇവ രണ്ടും ഗുഡ്സും അല്ല സർവീസും അല്ല. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് മണി ഓർ സെക്യൂരിറ്റീസ് സപ്ലൈയുടെ പരിധിയിൽ വരുന്നില്ല. കൺസിഡറേഷൻ ഇല്ലാത്ത സപ്ലൈയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽഫ് സപ്ലൈ. സെൽഫ് സപ്ലൈയുടെ കാര്യത്തിൽ എന്താണ് റൂള്? ഇൻ്റർ സ്റ്റേറ്റ് സെൽഫ് സപ്ലൈ ആണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു IGST. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ വരുമ്പോൾ IGST ആണ് ആപ്ലിക്കബിൾ എന്ന് പഠിച്ചിട്ടുണ്ട്. സെൽഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ഇല്ലാത്ത സപ്ലൈ ആണ്. നമ്മൾ കൺസിഡറേഷൻ വേണം എന്ന് ശേഷം പറയും. അതായത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് സപ്ലൈ പറയുമ്പോൾ അതിലൊരു എലമെൻ്റാണ് കൺസിഡറേഷൻ. അതിന് മുന്നോടിയായിട്ട് പറഞ്ഞതാണ് സെൽഫ് സപ്ലൈ എന്നുള്ളൊരു ടേം. അതായത് കൺസിഡറേഷൻ ഇല്ലാത്ത സപ്ലൈക്കാണ് സെൽഫ് സപ്ലൈ എന്ന് പറയാം. സെൽഫ് സപ്ലൈ ടാക്സബിൾ ആവുന്നത് ഇൻ്റർ സ്റ്റേറ്റ് ആകുമ്പോഴാണ്. ഇനി ഇൻട്രാ സ്റ്റേറ്റ് ആണ്, വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്, പോയിൻ്റ് ഓഫ് സപ്ലൈ ആസ് വെൽ ആസ് പോയിൻ്റ് ഓഫ് റെസീറ്റ് വിത്തിൻ ദ സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ എന്ന് ഓർമ്മിക്കുക. വാട്ട് ആർ ദ ഫോംസ് ഓഫ് സപ്ലൈ? സപ്ലൈയുടെ ഫോമുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ രീതിയിലാണ് സപ്ലൈ നടക്കുക? സെയിലാവാം, ട്രാൻസ്ഫർ ആവാം, എക്സ്ചേഞ്ച് ആവാം, ബാർട്ടർ ആവാം, ലൈസൻസ്, റെൻ്റൽ, ലീസ്, ഡിസ്പോസൽ, ഈ പറയപ്പെട്ട രൂപത്തിലൊക്കെ സപ്ലൈ നടക്കാം. അപ്പോൾ ഇതൊക്കെ ഫോംസ് ഓഫ് സപ്ലൈ എന്ന ഗണത്തിൽ പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് സപ്ലൈ നോക്കാം. സപ്ലൈക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ, എസെൻഷ്യൽ എലമെൻറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഗുഡ്സ് ഓർ സർവീസസ്. സപ്ലൈ നടന്നിരിക്കുന്നത് ഐദർ ഗുഡ്സ് ഓർ സർവീസ്, ഗുഡ്സോ സർവീസോ ആയിരിക്കണം. ദെൻ കൺസിഡറേഷൻ ഷുഡ് ബി ദർ. ദെൻ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ബിസിനസ് ആയിരിക്കണം. ഈ സപ്ലൈ നടന്നിരിക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ബിസിനസ്. അതേപോലെ ടാക്സബിൾ ടെറിട്ടറി ആവണം. ടാക്സബിൾ ടെറിട്ടറി എന്നായിരിക്കണം ഈ ഒരു ഓപ്പറേഷൻ നടന്നത്, ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അതേപോലെ ടാക്സബിൾ പേഴ്സൺ ആവുകയും വേണം. ഇതിൽ ഇൻവോൾവ്ഡ് ആയ സപ്ലയർ മസ്റ്റ് ബി ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, ഇങ്ങനെയുള്ള എസെൻഷ്യൽ എലമെൻറ്റുകളാണ് സപ്ലൈക്കുള്ളത്. ഇനി ചില സെക്ഷൻസുകൾ നോക്കാം. കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞല്ലോ, കൺസിഡറേഷൻ ഷുഡ് ബി ദർ. കൺസിഡറേഷൻ ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് സപ്ലൈ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കൺസിഡറേഷനെ കുറിച്ച് GST ലോയിൽ പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 28 അതേപോലെ ഡീംഡ് സപ്ലൈ എന്നൊരു ടേം ഉണ്ട്, ഡീംഡ് സപ്ലൈ. സെക്ഷൻ 3 സബ്സെക്ഷൻ 24 പ്രകാരം ഡീംഡ് സപ്ലൈ. എന്താണ് ഡീംഡ് സപ്ലൈ എന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് ഒരു ഡീംഡ് സപ്ലൈ ആണ്. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. ഏജൻസി കരാർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, ഏജൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പ്രിൻസിപ്പലിൻ്റെ പ്രവർത്തനത്തിന് സമാനമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏജൻ്റ് ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിലും പ്രിൻസിപ്പൽ സപ്ലൈ ചെയ്തതുപോലെയാണ്. സോ ഏജൻറ്റിൻ്റെ ആ ഒരു സപ്ലൈ ഉണ്ടല്ലോ, ഈ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്, അങ്ങനെയാണ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്, അത് ഡീംഡ് സപ്ലൈ ആണ്. പ്രിൻസിപ്പൽ ഏജൻറ്റിന് കൈമാറുന്നു. സോ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഡീംഡ് സപ്ലൈ. ഓക്കെ, ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് എന്ന് ഓർമ്മിക്കുക, ഡീംഡ് സപ്ലൈ ആണ്. ഇനി എക്സംപ്റ്റ് സപ്ലൈയെക്കുറിച്ച് നോക്കാം. ഒരു ടേം ഓർമ്മിക്കാനുണ്ട്, നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറയും. നെഗറ്റീവ് ലിസ്റ്റ്. എക്സംപ്റ്റ് സപ്ലൈ പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 42 ആണ്. നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് നൈദർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സപ്ലൈ ഓഫ് സർവീസസ്. ചില ആക്ടിവിറ്റീസ് അത് സപ്ലൈ ഓഫ് ഗുഡ്സും അല്ല, സപ്ലൈ ഓഫ് സർവീസും അല്ല. അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് നെഗറ്റീവ് ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ,
അത് എക്സംപ്റ്റ് സപ്ലൈ ആണ്. ഷെഡ്യൂൾ 3 നെഗറ്റീവ് ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നോക്കാം, ചില ഉദാഹരണങ്ങൾ നോക്കാം. എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വരുന്ന സർവീസുകൾ, എംപ്ലോയി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, എംപ്ലോയർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നെഗറ്റീവ് ലിസ്റ്റിൽ വരുന്നതാണ്. കാരണം എംപ്ലോയിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ സാലറിയാണ്, ഇൻ ദ ഫോം ഓഫ് സാലറി. ഇപ്പം സാലറി ഈസ് നോട്ട് സബ്ജക്റ്റ് ടു GST, അതുകൊണ്ട് നെഗറ്റീവ് ലിസ്റ്റാണ് എംപ്ലോയി. അങ്ങനെ തുടങ്ങി കോർട്ട് സർവീസ്, കോടതി ചെയ്തു തരുന്ന സേവനങ്ങൾ, അതേപോലെ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, മെമ്പർ ഓഫ് പഞ്ചായത്ത്, MP MLA പോലെയുള്ള ആളുകളുടെ സർവീസ്, അതേപോലെ ക്രിമറ്റോറിയം, മോർച്ചറി സർവീസസ്, ഈ ഡെഡ് ബോഡിയായി ബന്ധപ്പെട്ട് മരണാനന്തര സർവീസുകളുണ്ടല്ലോ, അത്തരം സർവീസുകൾ, അതേപോലെ ആക്ഷനബിൾ ക്ലെയിംസ് അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്. ആക്ഷനബിൾ ക്ലെയിമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, ലോട്ടറി ഒഴികെയുള്ള ആക്ഷനബിൾ ക്ലെയിമുകൾ, അതേപോലെ സെയിൽ ഓഫ് ലാൻഡ് ഓർ കംപ്ലീറ്റഡ് ബിൽഡിംഗ്, ഇത്തരം സർവീസുകളൊക്കെ എന്താണ്, നെഗറ്റീവ് ലിസ്റ്റിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് 2 തരം സപ്ലൈയെക്കുറിച്ച് പഠിക്കാം. പ്രധാനമായും 2 തരം സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ രണ്ടും രണ്ടാണ്. കേൾക്കുമ്പോൾ ഒന്നുപോലെ തോന്നുമെങ്കിലും കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2 കേസിലും 2 or more ഗുഡ്സ് ഓർ സർവീസസ് ഓക്കെ ഫോർ എ സിംഗിൾ പ്രൈസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, സപ്ലൈ ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈയും. എന്നാൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കോമ്പോസിറ്റ് സപ്ലൈ എന്താണെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ, സെപ്പറേറ്റ് സപ്ലൈ ഈസ് നോട്ട് പോസിബിൾ. പറഞ്ഞല്ലോ, 2 or അതിലധികമോ ഗുഡ്സ് അല്ലെ സർവീസ് ഒന്നിച്ച് പ്രൊവൈഡ് ചെയ്യാണ് ഫോർ എ സിംഗിൾ പ്രൈസ്. അതിനെയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയാം, അല്ലെ മിക്സഡ് സപ്ലൈ എന്ന് പറയാം. എന്നാൽ കോമ്പോസിറ്റ് സപ്ലൈയുടെ കാര്യത്തിൽ സെപ്പറേറ്റ് സപ്ലൈ ഈസ് നോട്ട് പോസിബിൾ. ഒന്നിൽ കൂടുതൽ ഗുഡ്സോ സർവീസോ ഉണ്ടെങ്കിലും സെപ്പറേറ്റ് സപ്ലൈ പോസിബിൾ അല്ല. മാത്രമല്ല, വൺ ഓഫ് വിച്ച് ഈസ് പ്രിൻസിപ്പൽ സപ്ലൈ. ആ സപ്ലൈ ചെയ്ത സാധനങ്ങളുടെ അല്ലെ സേവനങ്ങളുടെ കൂട്ടത്തിൽ വൺ ഓഫ് വിച്ച് ഈസ് പ്രിൻസിപ്പൽ സപ്ലൈ ആണ്. ഓക്കെ, എന്നാൽ സെപ്പറേഷൻ സാധ്യവുമല്ല. ഓക്കെ, അങ്ങനെയുള്ള സപ്ലൈക്കാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയാം. ഇനി മിക്സഡ് സപ്ലൈ എന്താണ്? സപ്ലൈ ഓഫ് 2 or more ഗുഡ്സ് ഓർ സർവീസസ് ഫോർ എ സിംഗിൾ പ്രൈസ്. കോമ്പോസിറ്റ് സപ്ലൈ പോലെ തന്നെ, എന്നാൽ തികച്ചും കോമ്പോസിറ്റ് സപ്ലൈയുടെ ഓപ്പോസിറ്റാണ്. അവിടെ സെപ്പറേഷൻ പോസിബിളാണ്. ഓക്കെ, ഏതാണ് പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സപ്ലൈ ആണ് മിക്സഡ് സപ്ലൈ. നമുക്ക് ഡിഫറൻസ് നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈയുടെ കാര്യത്തിൽ ഗുഡ്സ് ഓർ സർവീസസ് ആർ നാച്ചുറലി ബണ്ടിൽഡാണ്. എന്നാൽ മിക്സഡ് സപ്ലൈയുടെ കാര്യത്തിൽ ആർട്ടിഫിഷ്യലി ബണ്ടിൽഡാണ്. ആർട്ടിഫിഷ്യൽ ബണ്ടിലിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതായത് ഇൻ കേസ് ഓഫ് കോമ്പോസിറ്റ് സപ്ലൈ, സെപ്പറേറ്റ് സപ്ലൈ ഈസ് നോട്ട് പോസിബിൾ. ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് വ്യക്തമാവും. ആദ്യമായിട്ട് എക്സാമ്പിൾ പറയാം. കോമ്പോസിറ്റ് സപ്ലൈക്ക് ഒരു ഉദാഹരണമാണ് ചാർജർ സപ്ലൈസ് വിത്ത് മൊബൈൽ ഫോൺ. നമ്മൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ ബോക്സിനകത്ത് അതിൻ്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചാർജർ അലോങ് വിത്ത് ചാർജറാണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ അതിൽ എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് സപ്ലൈ ഈസ് നോട്ട് പോസിബിളാണ്. നമുക്ക് ചാർജർ മാത്രം, മൊബൈൽ ഫോൺ മാത്രം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് എന്താണ്, ഒരു കോമ്പോസിറ്റ് സപ്ലൈ ആണ്. ഈ മൊബൈൽ ഫോണാണ് അതിലെ പ്രിൻസിപ്പൽ സപ്ലൈ. മൊബൈൽ ഫോൺ വാങ്ങുന്നത് കൊണ്ടാണ് ചാർജർ കൂടെ ലഭിക്കുന്നത്. ഓക്കെ, സോ മൊബൈൽ ഫോൺ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രിൻസിപ്പൽ സപ്ലൈ. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ സെപ്പറേറ്റ് സപ്ലൈ ഈസ് നോട്ട് പോസിബിളുമാണ്. ഓക്കെ, എന്നാൽ മിക്സഡ് സപ്ലൈ ആകുമ്പോൾ ഒരു ഉദാഹരണം പറയാം. എന്താണ്, ഗിഫ്റ്റ് ഓഫ് ചോക്ലേറ്റ്സ് ആൻഡ് സ്വീറ്റ്സ്. അതിൻ്റെ ഒരു ഗിഫ്റ്റ് അതിൽ ചോക്ലേറ്റ്സ് ഉണ്ട്, അതേപോലെ സ്വീറ്റ്സ് ഉണ്ട്. അതിൻ്റെ സപ്ലൈ
അതൊരു മിക്സഡ് സപ്ലൈ ആണ്. കാരണം അത് ആർട്ടിഫിഷ്യലി ബണ്ടിൽഡ് ആണ്. സെപ്പറേറ്റ് സപ്ലൈ ഈസ് പോസിബിൾ ആണ്. പ്രിൻസിപ്പൽ സപ്ലൈ കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് ഇൻ കേസ് ഓഫ് മിക്സഡ് സപ്ലൈ. ചോക്ലേറ്റ്സ് ആണോ സ്വീറ്റ്സ് ആണോ ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലേ? നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോണും ചാർജറും പോലെ അല്ല. സോ അവിടെ മിക്സഡ് സപ്ലൈയുടെ കാര്യത്തിൽ പ്രിൻസിപ്പൽ സപ്ലൈ കനോട്ട് ബി ഐഡൻറ്റിഫൈഡ്. ഏതാണ് പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി GST റേറ്റ് പറയുകയാണെങ്കിലോ, GST റേറ്റ് പറയുകയാണെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈയുടെ കാര്യത്തിൽ പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റ് എന്താണോ അത്. മൊബൈൽ ഫോണാണെങ്കിൽ 18% കാറ്റഗറിയിൽ വരുന്നതാണ്. നേരത്തെയൊക്കെ 12% ആയിരുന്നു. പുതിയ അമെൻമെൻറ്റ് പ്രകാരം 18% കാറ്റഗറിയിലാണ് മൊബൈൽ ഫോൺ വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് ആർ ബിലോങ്ങിങ് ടു 18% കാറ്റഗറി. നമുക്കറിയാലോ റേറ്റുകൾ ഓർമ്മയുണ്ടല്ലോ. 5%, 12%, 18%, 28%. ഇതാണ് GST റേറ്റുകൾ. 0%, 3% ഉണ്ടെങ്കിലും മെയിനായിട്ടുള്ള സ്ലാബുകൾ കോമൺ ആയിട്ടുള്ളത് 5, 12, 18, 28 ആണ്. അതിൽ പോസ്റ്റ് GST മോസ്റ്റ് ഓഫ് ദ ഐറ്റം ബിലോങ്സ് ടു 18% കാറ്റഗറി. പ്രീ GST 26.5 ആയിരുന്നു. GSTക്ക് ശേഷം പോസ്റ്റ് GST മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ബിലോങ് ടു 18% കാറ്റഗറി. അതിൽ പെടുന്നതാണ് മൊബൈൽ ഫോൺ. 18% ആണ് GST റേറ്റ് ഇൻ കേസ് ഓഫ് മൊബൈൽ ഫോൺ. അപ്പോൾ പറഞ്ഞു വരുന്നത് പ്രിൻസിപ്പൽ സപ്ലൈ റേറ്റിനാണ് കോമ്പോസിറ്റ് സപ്ലൈയുടെ കാര്യത്തിൽ GST റേറ്റ് ഉണ്ടാവുക. എന്നാൽ മിക്സഡ് സപ്ലൈ ആകുമ്പോഴോ അറ്റ് എ റേറ്റ് അപ്ലിക്കബിൾ ടു ദ സപ്ലൈ വിച്ച് അട്രാക്ട്സ് ദ ഹയസ്റ്റ് റേറ്റ്. അവിടെ സെപ്പറേഷൻ പോസിബിൾ ആണല്ലോ മിക്സഡ് സപ്ലൈ ആകുമ്പോൾ. അതിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന ഗുഡ്സ് ഓർ സർവീസ് ഏതാണോ അത് വേർതിരിച്ചെടുത്ത് അതിൻ്റെ റേറ്റ് ആയിരിക്കും GST റേറ്റ് ഉണ്ടാവുക മിക്സഡ് സപ്ലൈയുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട 2 തരം സപ്ലൈകളാണ് കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈയും. ഇനി അതിൻ്റെ കൂടെ 2 എക്സ്ട്രാ കാര്യങ്ങളൂടെ പറയാം സപ്ലൈയെക്കുറിച്ച് തന്നെ. കണ്ടിന്യൂസ് സപ്ലൈ, അതേപോലെ റെക്കറൻറ്റ് സപ്ലൈ. കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ട്, റെക്കറൻറ്റ് സപ്ലൈ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോമ്പോസിറ്റ് സപ്ലൈയും മിക്സഡ് സപ്ലൈയും ഒറ്റനോട്ടത്തിൽ ഒരേപോലെ തോന്നുമെങ്കിലും ടെക്നിക്കലി ടേംസ് ഡിഫറൻ്റ് ആണെന്ന് നമ്മൾ കണ്ടു. അതേപോലെ മറ്റ് 2 ടേമുകളാണ് കണ്ടിന്യൂസ് സപ്ലൈയും റെക്കറൻറ്റ് സപ്ലൈയും. കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടീഷൻ? ഒരു സപ്ലൈ കണ്ടിന്യൂസ് സപ്ലൈ ആവണമെങ്കിൽ ആസ് പെർ GST ലോ സപ്ലൈ വയറ്, കേബിള്, പൈപ്പ് ലൈൻ. വയറ്, കേബിള്, പൈപ്പ് ലൈൻ ത്രൂ സപ്ലൈ നടക്കണം. അതേപോലെ സപ്ലൈ ഫോർ എ പീരീഡ് എക്സീഡിങ് 3 months. ഈ രൂപത്തിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുമ്പോഴാണ് GST ലോ പ്രകാരം സപ്ലൈ കണ്ടിന്യൂസ് സപ്ലൈ ആവുന്നത്. എന്നാൽ എന്താണ് റെക്കറൻറ്റ് സപ്ലൈ? റെക്കറൻറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ തന്നെയാണെങ്കിലും എ കോൺട്രാക്റ്റ് ബൈ എ ട്രാൻസ്പോർട്ടർ വിത്ത് എ പെട്രോൾ പമ്പ് ഫോർ സപ്ലൈ ഓഫ് ഫ്യൂവൽ. അതൊരു റെക്കറൻറ്റ് സപ്ലൈ ആണ്, കണ്ടിന്യൂസ് സപ്ലൈ അല്ല. എന്തുകൊണ്ട്? കണ്ടിന്യൂസ് സപ്ലൈ ആവണമെങ്കിൽ വയറ്, കേബിള്, പൈപ്പ് ലൈനൊക്കെ ആവണം. ഈ കണ്ടിന്യൂസ് ഫ്ലോ ഇല്ലേ, നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂവൽ എന്ന് പറയില്ലേ, 2 വാക്കുകൾ. ആ ഒരു ഡിഫറൻസ് തന്നെ. കണ്ടിന്യൂസ് എന്നാകുമ്പോൾ മുറിയാൻ പാടില്ല. ഈ റെക്കറൻറ്റ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂവൽ ആയിരിക്കും, ഇടയ്ക്ക് ഗ്യാപ്പ് വരും, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഈ റെക്കറൻറ്റ് സപ്ലൈ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂവൽ സപ്ലൈ എന്ന് വിളിക്കാം. ഓക്കെ, നോട്ട് കണ്ടിന്യൂസ് സപ്ലൈ. കണ്ടിന്യൂസ് സപ്ലൈ ആവണമെങ്കിൽ സപ്ലൈ വയറ്, കേബിള്, പൈപ്പ് ലൈനൊക്കെ ആവണം. ഓക്കെ, അതേപോലെ സപ്ലൈ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ടു ആൻ ഓർഗനൈസേഷൻ ഓൺ ഓൾ വർക്കിംഗ് ഡേയ്സ്. ഒരു സ്ഥാപനത്തിലേക്ക് വർക്കിംഗ് ഡേയ്സിൽ മാത്രം ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് സപ്ലൈ അല്ലല്ലോ, അത് റെക്കറൻറ്റ് സപ്ലൈ ആണ്. കാരണം ഓൺലി ഓൺ വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ കൊണ്ടുവരുന്ന വണ്ടിയിലൊക്കെ ആയിരിക്കും, അല്ലാതെ വയറ്, കേബിള്, പൈപ്പ് ലൈൻ ആയിരിക്കില്ല. അങ്ങനെയാകുമ്പോൾ അത് എന്താണ് ത്രൂ ഔട്ട് ദ ഡേ, വർക്കിംഗ് ഡേ എന്നുള്ള ഒരു കാര്യം അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഇത്തരം ഉദാഹരണങ്ങളൊക്കെ റെക്കറൻറ്റ് സപ്ലൈക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഓർമ്മിക്കുക, ദീസ് ആർ ദ ഡിഫറൻസസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ആൻഡ് റെക്കറൻറ്റ് സപ്ലൈ. അങ്ങനെ 2 ടേംസ് കൂടെ ഉണ്ട് എന്നുള്ള
അഡീഷണൽ കാര്യം ഓർമ്മിക്കുക. എങ്കിലും പ്രധാനപ്പെട്ട കാര്യം എക്സാമിന് ചോദിക്കുക കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സ്ഡ് സപ്ലൈ ആണ്. ഓക്കെ, ലെറ്റ് us see again with another topic in another video.